ഇപ്പൊ രണ്ടുപേരും ചേർന്ന് എന്നെയാണ് കളിയാക്കിയത്. അനുരഞ്ജനത്തിന് വിളിച്ച് ഞാൻ വിഡ്ഢിയായി. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ലേബർ ഓഫീസർ എന്ന നിലയ്ക്ക് സത്യത്തിന്റെ കൂടെ നിൽക്കാൻ സാറിന് കഴിയുമോ? അതുകൊണ്ട് വലിയ നേട്ടമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളോട് പറഞ്ഞതൊക്കെ സത്യമായിരിക്കുമെന്ന് എനിക്കറിയാം. ലേബർ ഓഫീസർ എന്ന് പറഞ്ഞാൽ ലേബേഴ്സിന്റെ വെൽഫെയർ നോക്കാനുള്ള ഒരു പോസ്റ്റാണ്. ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് എത്രയോ തൊഴിലാളി നേതാക്കന്മാരുടെ തെമ്മാടിത്തരങ്ങൾ കണ്ടറിഞ്ഞവനാ ഞാൻ. പക്ഷെ ഈ പോസ്റ്റിൽ ഇരുന്ന് അവർക്കെതിരായി സംസാരിക്കാൻ എനിക്ക് അവകാശമില്ല. പിന്നെ എന്തിനാ സാറേ കോംപ്രമൈസ് എന്ന് പറഞ്ഞ ഒരു നാടകം ഇവിടെ കളിച്ചത്? ഒരു ശ്രമം, അത്രേ ഉള്ളൂ. ഓഹോ, അപ്പൊ എനിക്ക് ആരുടെ സഹായം കിട്ടില്ല? വേണ്ട. പക്ഷെ ഇവിടെ പോലീസും കോടതിയുണ്ട്. ഒരു സാധാരണ മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ അവർക്ക് ബാധ്യതയില്ലേ? മിസ്റ്റർ മുരളീധരൻ ആ വഴിക്ക് നീങ്ങുന്നത് ബുദ്ധിയാണോ? സർ, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ കസേല ഇരുന്നുകൊണ്ട് എന്നോട് ആ ചോദ്യം ചോദിക്കരുത്. പോലീസിനെ കൊണ്ട് തന്നെ ഞാൻ സമരക്കാരെ നേരിടും. തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! നിർത്താൻ. സമരം സമാധാനപരമാണ് സർ. കോർട്ട് ഓർഡർ ഉണ്ട്. ബസ് എടുക്കണം. സമരക്കാരോട് മാറാൻ പറ. ഓ അത് ശരി. മാറാൻ പറയുന്നോ മാറ്റണോ? ഇഷ്ടംപോലെ ചെയ്താൽ മതി. തൊഴിലാളികളെ കല്യാണം നിന്നെയൊക്കെ നിലയ്ക്ക് ചേർത്താൻ ഈ നാട്ടിൽ കോടതിയും പോലീസുണ്ട്. മനസ്സിലായോ? ഓക്കെ, ഓക്കെ, റൈറ്റ്. സാറിന് എന്താ വേണ്ടേ? ഈ ബസ്സിന് ഒരു വ്യവസ്ഥയിലിടൂ. സമയനിഷ്ഠയില്ല, പണിയെടുപ്പിക്കില്ല. ഇല്ല, ഒന്നും ചെയ്യില്ല. തന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നേക്കുമായി ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. RC ബുക്ക് എടുക്കൂ. RC ബുക്ക് അല്ല, തനിക്ക് മണ്ണാൻ കെട്ടാൻ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. ഞാൻ ടയർ റീസോൾ ചെയ്യില്ല, വൈപ്പർ നന്നാക്കില്ല, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്ന് വാങ്ങിച്ചു വെക്കില്ല, ഓവർലോഡ് കയറ്റും. എനിക്ക് തോന്നിയ സമയത്തൊക്കെ വണ്ടി ഓടിക്കും. ഇയാൾ ഇഷ്ടംപോലെ സൂക്ഷിച്ച് സംസാരിക്കണം. വണ്ടി എടുക്ക. വണ്ടി എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. വണ്ടി എടുക്കാൻ പറഞ്ഞ വണ്ടി എടുക്കണോ? ബിംബമെടുത്തനിക്കൊരു ചാണയായി ഉരയ്ക്കണം. ഇന്ദ്രനെ പിടിച്ചണ്ട തുണിമേകത്തിരി. ഞാൻ പറഞ്ഞിട്ടില്ല ബസ് ഇവിടെ നിന്ന് മാറ്റിയിടണമെന്ന്. ആര് പറഞ്ഞ ബസ് ഇവിടെ കൊണ്ടിടാൻ? ഒന്ന് പോയേ. അങ്ങനെ ആരാ പറഞ്ഞേ? ഒന്ന് പോയേ. ഈ എവിടെ നാടാ ശബ്ദം? ഇവിടെ ഇവിടെ ഇയാള് ബഹളം വെക്കാതെ ഒന്ന് പോയേ. രാവിലെ മുതൽ തുടങ്ങിയല്ലേ ഓരോ ശല്യങ്ങള്. ഇതിനൊക്കെ കുതിര കയറാൻ എന്നെ കണ്ടിട്ടുള്ളൂ. ഞാൻ നിന്റെ വേത്തി കയറിയാൻ നീ കുതിരയാവോ? ചേട്ടാ ഒന്ന് പോയേ. ഞാൻ പോയാ നീ കുതിര. ഹംസ ഒന്ന് പറഞ്ഞു വിടറോ. ഹംസ മാറ്റി ഞാൻ കുതിരയാവോ? ഒറ്റ വീക്ക് വെച്ചാ കുതിരയാവോ? പോയേ. പോണോ? എന്തായി എന്തായി? എന്താവാൻ എനിക്ക് തോന്നില്ല. അയാൾ എനിക്കൊന്ന് ഇത് രാവിലെ വരെ മഞ്ഞുണ്ടാ ചാവാനേ ഉള്ളൂ. മനുഷ്യനെ പേടിപ്പിക്കാടോ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? കയ്യും കാലും തൂക്കി പിടിച്ച് പുരയെ കൊണ്ടിടണം. പുഴയില്ല, അയാളെ വീട്ടിൽ നിന്ന്. എന്നാ താനൊന്ന് പിടിച്ചോണ്ടാക്കണോ? ഇന്നെ കൊണ്ട് അതിനൊന്നും കഴിയൂല. ഒന്നാമത് എനിക്ക് ഈ ബസ് വേണം. രണ്ടാമത് എനിക്ക് ഈ സ്മെല്ലടി പറ്റൂല. രാവിലെ മുതൽ ഓരോ കുരിശുകള്. എണീക്കണോ? ഹംസേ ഒന്ന് പിടിക്കണോ? ഏയ്, നമ്മക്കൊരു ഒറ്റ വാക്കേ ഉള്ളൂ. ഒന്ന് പിടിക്കണോ? ആ, 5-6 പിടിക്കാനുണ്ടല്ലോ. ആരും ഇല്ല ഇവിടെ? അതെ, അയ്യോ ഒന്നും ഉണ്ടായില്ല. വഴിയില് തന്നെത്താൻ തലയുറ്റി വീണു. അപ്പൊ ഞാൻ കണ്ടു. എന്നാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവിടെ കിടന്നോട്ടെന്ന് വിചാരിച്ചാ മതിയായിരുന്നല്ലോ. ഞാനൊരു മനുഷ്യ സ്നേഹത്തിന്റെ പേരിൽ ഇങ്ങ് എടുത്തോണ്ട് വന്നതാ. സഹിക്കാവുന്നതിലും കൂടുതലായി. അച്ഛനിപ്പൊ ജീവിക്കുന്നത് തന്നെ ഞങ്ങളെ വേദനിപ്പിക്കാനാ. ഏയ്, അങ്ങനെയൊന്നും പറയരുത്. സ്വന്തം അച്ഛനല്ലേ. ഒന്ന് പിടിച്ചകത്ത് കിടന്ന്. അല്ലെങ്കിൽ വേണ്ട ചേട്ടാ, ഞാൻ കിടത്താം.
തലയിടിക്കല്ലേ. ഞാൻ ഇറങ്ങട്ടെ? ബുദ്ധിമുട്ടായി എന്നറിയാം. ഏയ് ക്ഷമിക്കാൻ പറയാനേ പറ്റൂ. ഞങ്ങളുടെ വിധി ഇതായിപ്പോയി. ഒന്നും സാരമില്ല. ചിലരുടെ സ്വഭാവമാണല്ലോ. നാളെ ആവട്ടെ, ഞാനൊന്ന് ഉപദേശിച്ചു നോക്കാം. എന്തുപദേശിച്ചിട്ടും കാര്യമില്ല. ദിവസമുള്ള പതിവാണിത്. രാത്രി മുഴുവൻ കുടിച്ച് ബോധമില്ലാതെ ബഹളം കൂട്ടും. രാവിലെ അതോർത്ത് കരയും. അതൊക്കെ എന്നും എനിക്ക് വാക്ക് തരും, ഇനി കുടിക്കില്ലെന്ന്. പക്ഷേ ഒരിക്കലും പാലിക്കാറില്ല. പാലിക്കാൻ പറ്റാറില്ല. എന്താ അത്? അല്ല, എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറത്ത് അച്ഛനെ കുറ്റം പറയാൻ എനിക്കും കഴിയാറില്ല. അച്ഛന്റെ നല്ല ദിവസങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. വരുമാനം കുറവായിരുന്നെങ്കിലും സന്തോഷത്തോടെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. അമ്മയില്ലാത്ത വിഷമം ഞങ്ങൾ അറിയരുതെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു. എന്നെ പഠിപ്പിച്ചു. അച്ഛനെ കൊണ്ടാവുന്ന വിധത്തിൽ ചേച്ചിയുടെ കല്യാണം നടത്തി. എന്നിട്ട് കൊടുത്ത സ്ത്രീധനം കുറവായിരുന്നു എന്ന കാരണം കൊണ്ട് ആ വീട്ടുകാർ ചേച്ചി ഉപദ്രവിച്ചിരുന്നു. എനിക്ക് വേണ്ടി നീക്കിവെച്ച ഈ വീടും പറമ്പും വിറ്റ് സ്ത്രീധനത്തിന്റെ കടം വീട്ടാൻ അച്ഛൻ ഒരുങ്ങിയതാണ്. പക്ഷേ അതിനു മുൻപ് തന്നെ ചേച്ചി ഞങ്ങളെ വിട്ടുപോയി. സ്റ്റൗ പൊട്ടിത്തെറിച്ചു എന്നാണ് ആദ്യം കേട്ടത്. ആത്മഹത്യയായിരുന്നുവെന്ന് പിന്നീടേ അറിഞ്ഞുള്ളൂ. മരിക്കുമ്പോ ചേച്ചി പ്രസവിച്ചിട്ട് 3 മാസമേ ആയിരുന്നുള്ളൂ. കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോന്നു. ആ സംഭവത്തിന് ശേഷം അച്ഛൻ ഇങ്ങനെയാണ്. കുടിക്കാത്ത നേരത്ത് ഇപ്പോഴും പറഞ്ഞു കരയും. അച്ഛന്റെ കുറ്റം കൊണ്ടാണ് ചേച്ചി മരിച്ചതെന്ന്. നീ വലിയ മുതലാളിയാണല്ലേ? അടിച്ചു പൊളിക്കുന്ന മുരളി